സെഷൻ. എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 1942 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷമാന പ്രാർത്ഥന. നന്ദി. ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈലെ ആദരവോടെ ക്ഷണിക്കുന്നു. നന്ദി ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന ശ്രീ MT വാസുദേവൻ സാർ അന്തരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ സൂം മലയാളം സെഷനിൽ നമ്മൾ അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഈ അനുസ്മരണ ചടങ്ങിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാനും പ്രഭാഷണം നടത്തുവാനും, അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടത്തുവാനും, അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ളത് MR ഗോപകുമാർ സാറാണ്. സാറ് നിരവധി തവണ നമ്മുടെ പല പ്രോഗ്രാമുകളിലും എത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരുവട്ടാറാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. നാടകത്തിൽ തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ, അതായത് മതിലുകൾ, വിധേയൻ, പുലിമുരുകൻ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ തൻ്റെതായ അഭിനയ ശൈലിയിലൂടെ ശ്രദ്ധ ആകർഷിച്ച വ്യക്തി കൂടിയാണ് ഗോപകുമാർ സാറ്. അതുപോലെ അനേകം സീരിയലുകളിലും ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ്. സീതാരാമം, മനം പോലെ മംഗല്യം, അതുപോലെ സൂര്യ TV-യിൽ ഇപ്പോഴും തുടരുന്ന ആതിര എന്നീ സീരിയലുകളിലും അദ്ദേഹം ഇപ്പോഴും അഭിനയിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ. അതിൽ നിന്നും വിരമിച്ച ശേഷം മുഴുവൻ സമയവും അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അഭിനയം തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ഉൾപ്പെടെ ബെസ്റ്റ് സെക്കൻഡ് ആക്ടർ എന്നുള്ള അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ നമുക്ക് ഇന്ന് ഉദ്ഘാടകനായി കിട്ടിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രഭാഷണം നടത്തുവാനായി MT അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബിജു പെരുമ്പുഴ സാറാണ്. അദ്ദേഹവും കഴിഞ്ഞ ഒരു വയലാർ അനുസ്മരണത്തിന് അദ്ദേഹം എത്തിയിരുന്നു. അദ്ദേഹം അന്ന് പാടിയ പാട്ട് അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണെ, അത് അന്ന് സാറ് പാടിയപ്പോഴാണ് അതുവരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ അതിട്ട് കേട്ടു. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അത് നല്ല രീതിയിൽ പാടി സാറ് നമുക്ക് കേൾപ്പിച്ചു. ഇന്ന് സാറാണ് നമുക്ക് പ്രഭാഷണം നടത്തുവാനായി എത്തുന്നത്. അദ്ദേഹം യുവ കലാസാഹിതി ജില്ലാ വൈസ് പ്രസിഡന്റാണ്. കൂടാതെ G. ദേവരാജൻ ശക്തിഗാഥ ഭരണസമിതിയിലെ അംഗവുമാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളെല്ലാം മോഡറേറ്റ് ചെയ്യുകയും അതിനുള്ള ഗസ്റ്റിനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന മനോജ് ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഷൈൽ ഡോക്ടറെ. മലയാളത്തിന്റെ ഒരേ ഒരു MT വാസുദേവൻ നായർ, ആ രണ്ടക്ഷരം കൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനത്തെ തന്നെ ആവാഹിക്കുന്ന അക്ഷരങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ആദരപൂർവ്വം ശ്രീ MR ഗോപകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ്. അത് ചോദിച്ചിട്ട് വോളിയം പ്രശ്നമുണ്ടോ? ഇപ്പൊ എനിക്ക് ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഇല്ല, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ സ്നേഹ നമസ്കാരം. മലയാളത്തിലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനായ MT വാസുദേവൻ നായരുടെ പ്രഥമ ചരമ വാർഷികം ആഘോഷിക്കുകയല്ല, നമ്മളിന്ന് ആചരിക്കുകയാണ്. 1933 ജനിച്ച് 2004 ഡിസംബർ 25-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ മഹാനായ ഒരു സാഹിത്യകാരനാണ്. മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. നമ്മുടെ കഥാസാഹിത്യം വളരെ സമ്പന്നമാണ്. ഒരുപാട് എഴുത്തുകാർ, നമുക്ക് കേശവദേവ്, തകഴി,
പിന്നെ ബഷീർ, ഇങ്ങനെ ഒരുപാട് 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 എഴുത്തുകാർ, ഒരുപാട് സാഹിത്യകാരന്മാർ നമുക്കുണ്ട്. പക്ഷേ ആ, ആ, അതിലൊരു ഒരു പ്രമുഖ സ്ഥാനം MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർ മരിച്ചതിൻ്റെ അന്ന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വാട്സപ്പിൽ എല്ലാവർക്കും മെസ്സേജ് അയച്ചത്, നിങ്ങൾ ഇന്നലെ മുതൽ നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് MT വാസുദേവൻ നായരായിരിക്കും എന്നാണ്. അപ്പോൾ ഡോക്ടർ മനോജൻ അത് ഓർക്കുന്നുണ്ടോ? ഞാൻ വന്നിട്ടിരുന്നു, എല്ലാവർക്കും അയച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമ വാർഷികമാണ് ഇന്ന്. മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ ഉചിതമായ ഒരു വാർഷിക അനുസ്മരണം നടത്താൻ പോവുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ തുടക്കത്തിൽ ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ ചേർന്നോളാം. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാനിപ്പോൾ നിർവഹിച്ചുകൊള്ളും. ഓക്കെ, നന്ദി സാർ. വളരെ ബ്രീഫായിട്ടാണെങ്കിലും വളരെ ആഴത്തുള്ള വാക്കുകളാണ്. മാത്രമല്ല, ഈ കഥകളെയും കഥാപാത്രങ്ങളെയും ജീവൻ കൊടുക്കുന്നതിന് ചലച്ചിത്രകാരന്മാർ വഹിച്ച പങ്ക് ചില്ലറയല്ല. എന്തു പറഞ്ഞാലും ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ഓരോ സംഭാഷണവും ഉജ്ജ്വലമായി അവതരിപ്പിക്കുകയും മമ്മൂട്ടി ഉൾപ്പെടെ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇവരുടെയെല്ലാം എന്താ പറയുക സാധാരണക്കാരിലേക്ക് എത്തി തീർച്ചയായിട്ടും ചലച്ചിത്രകാരന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോപകുമാർ സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിൽ വിശേഷമായ സ്ഥാനം അർഹിക്കുന്നു. നമുക്ക് മുഖ്യ പ്രമാണത്തിലേക്ക് കടക്കാം. ശ്രീ ബിജു പെരുമ്പുഴ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. കേൾക്കാമല്ലോ സാർ? ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട MR ഗോപകുമാർ സാർ, ഡോക്ടർ ഷൈല, ഇനിയിപ്പം നന്ദി പറയുന്ന ശ്രീ ഷാലു രാജൻ, പിന്നെ ഇതിൻ്റെ എല്ലാം മോഡറേറ്ററായിരിക്കുന്ന ഡോക്ടർ മനോജ്. MR ഗോപകുമാർ സാറിനെ പോലെ ഉന്നതനായ ഒരു കലാകാരൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയിൽ MT വാസുദേവൻ നായർ എന്ന ഒരു മഹാപ്രതിഭയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സന്തോഷവും ഭാഗ്യവുമാണ്. കാരണം അതുല്യനായ ഒരു നടൻ എന്നത് മാത്രമല്ല MR ഗോപകുമാർ സാറിൽ ഞാൻ കാണുന്നത്. അദ്ദേഹം നാടക പ്രസ്ഥാനത്തിൻ്റെ ഒരു ശക്തനായ വക്താവാണ്. അതിൽ കൂടിയാണ് അദ്ദേഹം ആ ഒരു അഭിനയം ആണ് അദ്ദേഹം സിനിമയിലേക്കും പകർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പരന്ന ഒരു വായനക്കാരനാണ്, വളരെ വലിയൊരു വായനക്കാരനാണെന്നും ഒരു നല്ല പ്രഭാഷകനാണെന്നും എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയിൽ സംസാരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിലും അറിയിക്കുന്നു. കഥകളെ ഒരു ഭാവഗീതത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയ കഥാകാരനാണ് MT വാസുദേവൻ നായർ എന്ന MT. ചില മരണങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയില്ല. അതിനി പ്രകൃതിയും കാലവും ഒക്കെ എത്ര നിർബന്ധിച്ചാലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അത്തരമൊരു മരണമാണ് മലയാളികൾക്ക് MT വാസുദേവൻ നായരുടേത്. MT മലയാളികൾക്ക് ആരായിരുന്നു എന്നത് ഇനിയുള്ള വർഷങ്ങളിലായിരിക്കും നമ്മളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 16-17 വർഷങ്ങൾ മാത്രം കൂടല്ലൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ച് MT പഠിക്കാനായി പാലക്കാട് പോയി, പിന്നെ കോഴിക്കോട് വന്നു, മാതൃഭൂമിയിൽ ജോലി കയറി. അതായത് 1957 ആണെന്ന് തോന്നുന്നു. മാതൃഭൂമിയിൽ കയറി, പിന്നെ അവിടെ പത്രാധിപരായി, പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായി. അതിനിടയിൽ അദ്ദേഹം അനേകം രാജ്യങ്ങൾ പോയി. അമേരിക്കയിൽ പോയിട്ട് 1960കളിൽ മർക്കേസ് എന്ന ആ ഒരു എഴുത്തുകാരനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന MTയുടെ ആത്മകഥയിലൂടെയാണ്. ഇത്രയൊക്കെ രാജ്യങ്ങൾ പോയി വന്നതിന് ശേഷവും അദ്ദേഹം ഒരു നിർണായക ഘട്ടത്തിൽ പറഞ്ഞത്, കൂടല്ലൂർ എൻ്റെ രചനകളൊരു ഒഴിയാബാധയായി പിന്തുടരുന്നു, എവിടെ പോയാലും ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാചകവും അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അറിയപ്പെടാത്ത അനേകം അത്ഭുതങ്ങൾ ഗർഭത്തിൽ പേറുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തിൻ്റെ മിക്ക രചനകൾ, തിരക്കഥയായാലും കഥയായാലും നോവലായാലും നിളാനദി ഒരു കഥാപാത്രം പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. ഇതാണ് MTയുടെ സർഗമുദ്രയുടെ അടയാളം. എന്തുകൊണ്ടാണ് MTയെ മലയാളികൾ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്? ഇപ്പം ഗോപകുമാർ സാർ പറഞ്ഞ പോലെ അന്ന് ആ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രശസ്ത തകഴി ശിവശങ്കരപ്പിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ,
ഉറൂബ്, കേശവദേവ്, അങ്ങനെ ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരുണ്ടായിരുന്നു. പക്ഷെ അവരാരും തന്നെ എം ടിയേക്കാൾ ഒട്ടും മോശമാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷേ എം ടിയോളം ജനഹൃദയങ്ങളിൽ ഒരു വികാര തീവ്രതയോടെ, ഒരു സ്നേഹാധികാരം എന്ന് പറയും, സ്നേഹാധികാരം പിടിച്ചെടുത്ത ഒരു എഴുത്തുകാരൻ എം ടിക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, എം ടിക്ക് ശേഷവും ഉണ്ടായിട്ടില്ല. ഒരു 4 തലമുറകളുടെ ഹൃദയത്തിലാണ് എം ടി കയറിയിരുന്നത്. എം ടിയെ വായിക്കുമ്പോൾ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. കാരണം എം ടി നമ്മുടെ നെഞ്ചിലാണ് കയറിയിരിക്കുന്നത്. ആ നമ്മുടെ നെഞ്ചകം കനപ്പിച്ചുകൊണ്ട്, നമ്മുടെ കണ്ണുകൾ നനയിച്ചുകൊണ്ട് നമ്മുടെ കഥകൾ പറയുന്നത് പോലെ എം ടിയുടെ കഥകൾ പറയും. അപ്പൊ എം ടിയെ വായിക്കുന്ന ഒരാൾ വായിക്കുന്നത് അവരവരെ തന്നെയാണ്. ഇങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ അനുഭവങ്ങളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പം വേലായുധേട്ടൻ, ഇരുട്ടിന്റെ ആത്മാവ് വേലായുധേട്ടനെ വായിക്കുമ്പോൾ പലരും വായിക്കും, ഞാനല്ലേ വേലായുധൻ. അപ്പുണ്ണിയെ വായിക്കും, നാലുകെട്ടിലെ അപ്പുണ്ണി വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളല്ലേ അപ്പുണ്ണി. പല കാര്യങ്ങളിലും നമ്മളല്ലേ അപ്പുണ്ണി എന്ന് തോന്നുന്നു. കാലത്തിലെ സേതുവിനെ വായിക്കുമ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്, നമ്മളല്ലേ സേതു. എന്തിനാണ് ഇപ്പൊ 2-ാം ഊഴത്തിലെ ഭീമനെ വായിക്കുമ്പോഴും ചില സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാവർക്കും തോന്നും, നമ്മളല്ലേ ആ ഭീമൻ. കാരണം നമ്മുടെ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തുകാരന്റെ അതിസൂക്ഷ്മമായ മാനസിക വിശകലന ശേഷി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഏകാഗിയായ മനുഷ്യനുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ അനാഥനാണ്, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ എല്ലാവരും തോൽപ്പിക്കുന്നു എന്നൊക്കെ ഒരിക്കലെങ്കിലും വിചാരിക്കാത്ത ഒരു മനുഷ്യൻ ഇല്ല എന്ന് നമുക്ക് പറയാം. ഈ ഏകാന്ത നിമിഷങ്ങളുമായിട്ടുമാണ് എം ടി സംവദിക്കുന്നത്. ഇപ്പൊ മഞ്ഞിലെ വിമലയെ സുധീർ കുമാർ മിശ്ര എന്ന ടൂറിസ്റ്റ് 12 വർഷം കഴിഞ്ഞ് വീണ്ടും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നൈനിറ്റാളിലെ വൃക്ഷങ്ങളിൽ വർണ്ണ വിളക്കുകൾ തൂക്കാൻ തുടങ്ങുമ്പോൾ, അതിൻ്റെ ബാരിക്കേഡുകളിൽ നിറം പിടിപ്പിച്ചു തുടങ്ങുമ്പോൾ, ഒരു ടൂറിസ്റ്റ് സീസൺ വരുന്ന സമയമാകുമ്പോൾ വീണ്ടും വരാതിരിക്കില്ല എന്നാലോചിച്ച് കാത്തിരിക്കുന്ന ഒരു വിമലയാണ് എം ടി മഞ്ഞിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് അല്ല. വരും എന്ന് പറയുന്നത് പോസിറ്റീവാണ്, പക്ഷെ വരാതിരിക്കില്ല എന്നത്, അവസാനിക്കുന്നത് ഇല്ല എന്നതുകൊണ്ട് ഒരു നെഗറ്റീവാണ്. പക്ഷേ ആ നെഗറ്റീവ് ആശയത്തിലൂടെ ഒരു പോസിറ്റീവ് ആശയത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് എം ടി ചെയ്യുന്നത്. ഇതാണ് എം ടിയുടെ രചനാ രീതിയുടെ ഒരു ചെറിയ ഉദാഹരണം. ഒരു പോസിറ്റീവും നെഗറ്റീവുമായ 2 ചെറിയ വാചകങ്ങൾ കൊണ്ട് യുഗദൈർഘ്യമുള്ള ഒരു പ്രത്യാശയാണ് എം ടി വായനക്കാരിലേക്ക് നൽകുന്നത്. അതുപോലെ തന്നെയാണ് നാലുകെട്ടിൽ അപ്പുണ്ണി വിചാരിക്കുന്നത്, വളർന്നു വലുതാകും, കൈകൾക്ക് കരുത്തുണ്ടാകും എന്ന് ആണ് നാലുകെട്ടിലെ അപ്പുണ്ണി വിചാരിക്കുന്നത്. അന്ന് നാലുകെട്ടിന്റെ മരുമക്കത്തായത്തിന്റെ അവസാന കാലഘട്ടത്തിൽ 64 ആളുകളുള്ള അച്ചുമാവൻ എന്ന ഒരു രൗദ്രനായ അമ്മാവനുള്ള ഒരു നാലുകെട്ടിന്റെ ജീർണിച്ച അവസ്ഥയിലാണ് അപ്പുണ്ണിയെ നാലുകെട്ടിൽ അവതരിപ്പിക്കുന്നത്. അപ്പുണ്ണിയുടെ അച്ഛൻ കോന്തുണ്ണി നായർ എന്ന് പറയുന്ന അപ്പുണ്ണിയുടെ അച്ഛനെ കൊന്നത് സൈതാലിക്കുട്ടി എന്നൊരാളാണ്. പക്ഷെ ആ സൈതാലിക്കുട്ടി തന്നെ അപ്പുണ്ണിയുടെ വളർച്ചയിലെ ഏതോ ഒരു ഘട്ടത്തിൽ അവന് സഹായകമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ സ്വന്തം പിതൃഘാതകനെ തന്നെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് എം ടി അത് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ സൈതാലിക്കുട്ടിയുടെ ആ സൈതാലിക്കുട്ടി അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ആ തള്ളയെ നോക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്, നിങ്ങളല്ലേ അവർക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയാണ് അപ്പുണ്ണി തിരിച്ചു വന്ന് നാലുകെട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് ജനലും വാതിലും ഒക്കെ തുറന്നിട്ടുകൊണ്ട് അപ്പുണ്ണി പറയണം, ഇത് പൊളിച്ചു കളയണം, കാറ്റും വെളിച്ചവും കയറുന്ന ഒരു പുതിയ വീട് ഇവിടെ ഉണ്ടാക്കണം. അപ്പൊ നാലുകെട്ടുകൾ പൊളിച്ച് പുതിയ കാറ്റും വെളിച്ചവുമുള്ള ജനാധിപത്യത്തിന്റെ രീതി രൂപപ്പെടുന്നതിന്റെ എഴുത്താണ് നാലുകെട്ടിലൂടെ എം ടി പറയുന്നത്. 1958 നാലുകെട്ട് പുറത്തു വരുന്നത്. സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. അല്ല, വീഡിയോ കാണുന്നില്ല, അപ്പൊ അതാ ഞാൻ ചോദിച്ചു. ഓക്കെ. അപ്പൊ നാലുകെട്ടിന് 58 നാലുകെട്ട് പുറത്തു വരുന്നത്. പക്ഷെ അതിന് മുമ്പ് എഴുതി തുടങ്ങിയതാണ് നാലുകെട്ട്. 1957 കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരുന്നത്. പക്ഷെ ഒരു നേരിട്ട് രാഷ്ട്രീയം പറയാതെ അവഗണിക്കപ്പെട്ട ജനത അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട ജനതയെല്ലാം തിരിച്ചു വരും എന്ന ഒരു സർഗ രാഷ്ട്രീയ കഥയാണ് നാലുകെട്ടിലൂടെ എം ഡി പറഞ്ഞത്. അപ്പൊ ആ കഥ കഴിഞ്ഞിട്ട് വരുന്നപ്പം വേലായുധേട്ടന്റെ കാര്യം പറയുമ്പോൾ, വേലായുധൻ കുട്ടി എന്ന് പറയുമ്പോൾ, വേലായുധേട്ടൻ മാളുവെട്ടത്തി ഒരു അല്പം ചോറ് തരൂ എന്ന് പറഞ്ഞ് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന വേലായുധൻ കുട്ടിയെ എം ഡിയുടെ കുട്ടിക്കാലത്ത് കണ്ടതിനെ പറ്റി എം ഡി ഓർക്കുന്നുണ്ട്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നത് എം ടിയുടെ ഒരു കഥകളുടെ ഒരു ദർശനമാണ്. എനിക്കിത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ ആത്മാവായ വേലായുധൻ വെളിച്ചത്തിലേക്ക് വരുന്നുണ്ട്.
വേലായുധൻകുട്ടി ശരിക്കും ഒരു ഭ്രാന്തനല്ല. ഇപ്പൊ നമ്മൾ ഈ കാലത്ത് നമ്മൾ അയാളെ ഭ്രാന്തനെന്ന് വിളിക്കില്ല. ഒരു എന്താ പറയുന്നത്, ഡിഫറൻഷ്യലി എയ്ഡഡ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ നമ്മൾ അവരെ വിളിക്കുള്ളൂ, ഇങ്ങനെയുള്ളവരെ വിളിക്കുള്ളൂ. പക്ഷെ കുടുംബത്തിലെ എല്ലാവരുടെയും അവഗണന അയാളെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാക്കി ആക്കുകയാണ്. അച്യുതൻ നായർ നിരന്തരം തല്ലുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരുടെയും എത്രയോ മന്ത്രവാദികളുടെ മുന്നിൽ ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അമ്മുക്കുട്ടിയുടെ വരവോടുകൂടി വേലായുധന്റെ മനസ്സ് അല്ലെങ്കിൽ വേലായുധൻ ഒരു മനുഷ്യനായി തുടങ്ങുന്നത്. അമ്മുക്കുട്ടിയോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു അടുപ്പം വേലായുധൻ പ്രകടിപ്പിക്കുന്നത് അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത്. അപ്പൊ അമ്മുക്കുട്ടി വേലായുധനെ അവഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മുക്കുട്ടി അയാളെ അംഗീകരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം അയാളുടെ ഒരു അനാഥത്വത്തിൽ നിന്ന് മാറാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ അനാഥത്വത്തിൽ മാറുന്നതിന്റെ അയാളുടെ മനസ്സിന്റെ ക്രമമായ ഒരു വളർച്ച ഒരു മനഃശാസ്ത്ര വിദഗ്ധന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ വിദഗ്ധമായി MT അത് അവതരിപ്പിക്കുന്നുണ്ട്. ഈ അമ്മുക്കുട്ടി തന്നെ അവസാനം ഭ്രാന്തൻ എന്ന് പറയുമ്പോഴാണ് ശരിക്കും വേലായുധൻ ഭ്രാന്തനാകുന്നത്. എന്നെ ചങ്ങലക്കിടി ഞാൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ആണ് അത് അവസാനിക്കുന്നത്. അപ്പം ഇപ്പം ഇത്തരം മനോരോഗികളായി അല്ലെങ്കിൽ ഭ്രാന്തന്മാരായി മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരുപാട് കൃതികളുണ്ട്. പക്ഷെ അതിലെല്ലാം ഏറ്റവും മൗലികതയും വ്യത്യസ്തവുമായ ഒരു കഥ MTയുടെ ഇരുട്ടിന്റെ ആത്മാവാണ്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർ MTയുടെ കഥകളിലൂടെ അവരുടെ ഉള്ളിൽ നിന്ന് അവരെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുവരെയുള്ള ഒരു എഴുത്തിൽ, അതിന് മുമ്പുള്ള എഴുത്തിൽ അങ്ങനെ ഒരു ശൈലിയില്ല. കാരണം തകഴി എഴുതുമ്പോൾ ഒരു കഥ അദ്ദേഹം നമുക്ക് നറേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ കേശവദേവ് ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതുമ്പോൾ പപ്പു എടുത്തു വളർത്തുന്ന ലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ കഥ നമ്മളോട് പറയുകയാണ്. പക്ഷെ MT എഴുതുമ്പോൾ വേലായുധൻകുട്ടിയുടെ കഥ നമ്മളോട് പറയുകയാണ്. ഇപ്പൊ മഞ്ഞിലെ വിമലയായിട്ടും പകർന്നാടുന്നത് MT തന്നെയാണ്. അപ്പോൾ അസുരവിത്തിലേക്ക് വരികയാണെങ്കിലും ഒരു വരുംകാല ഒരു അരനൂറ്റാണ്ടിന് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പാണ് അസുരവിത്ത് MT എഴുതുന്നത്. അപ്പോൾ ഒരു വരുംകാല രാഷ്ട്രീയ കാലത്തിന്റെ ഒരു കണ്ണാടിയായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലായിട്ടാണ് നമുക്ക് ഈ അസുരവിത്ത് എന്ന നോവലിനെ കാണാൻ കഴിയുന്നത്. അപ്പം അത് തുടങ്ങുന്നത് തന്നെ ശേഖരൻ മുതലാളി അമ്പലം പുതുക്കി പണിയുന്നു, അതുപോലെ ഒരു മുസ്ലിം മുതലാളി പള്ളി പണിയുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി തന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഒരു മതവിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനകത്തൊരു ക്യാരക്ടറായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടുള്ള കുഞ്ഞിമരക്കാർ പറയുന്നുണ്ട്, 1921 മാപ്പിള ലഹള നടക്കുന്ന സമയത്ത് പോലും ഒരു മതത്തിന്റെ പേരിൽ ഒരു വാക്കേറ്റം പോലും ഉണ്ടാകാത്തൊരു സ്ഥലമാണിത്. അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥലത്താണ് ഇപ്പം വീട്ടുകാർ പോലും അസുരവിത്ത് എന്ന് വിളിക്കുന്ന എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഗോവിന്ദൻകുട്ടി ഒരു തെമ്മാടിയാവുന്നു, ഒരു റൗഡിയാവുന്നു. അപ്പൊ അയാളെ തല്ലിക്കൊല്ലാൻ ബന്ധുക്കളും നാട്ടുകാരും വരുമ്പോൾ അയാളെ രക്ഷിക്കാൻ വരുന്നതും ഇതേ കുഞ്ഞിമരക്കാരാണ്. അപ്പൊ കൈത്തണ്ടയ്ക്ക് ബലമുള്ള ആണുങ്ങളുണ്ടെങ്കിൽ വരുന്നട എന്നുള്ള ഒരു ഇതിലൂടെയാണ് MT അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവരെ നേരിടുന്നതും ഗോവിന്ദൻകുട്ടിയെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി അഭയം കൊടുക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചില പ്രലോഭനങ്ങളിൽ വീണ അയാളെ അബ്ദുള്ളയായി മാറുകയാണ്. എന്നിട്ട് കുഞ്ഞിമരക്കാർക്ക് കൂടുതൽ സ്വീകാര്യത വരും എന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന അബ്ദുള്ള എന്ന ഗോവിന്ദൻകുട്ടിയെ കുഞ്ഞിമരക്കാർ ആട്ടിയിറക്കുകയാണ്. കുഞ്ഞിമരക്കാർ അവിടെ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ രക്ഷിച്ചത് ഇതിനു വേണ്ടിയല്ല, ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയാണ്. ഇനി ഒരിക്കലും ഈ മുറ്റത്ത് വരരുത് എന്നാണ് കുഞ്ഞിമരക്കാർ പറയുന്നത്. അപ്പൊ അരനൂറ്റാണ്ടിന് മുമ്പ് പിന്നീട് വരാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തെപ്പറ്റി മുൻകൂട്ടി കണ്ട നോവലാണ് അസുരവിത്ത്. ഇപ്പൊ പൊതുമുതലാളിത്തം അല്ലെങ്കിൽ പുത്തൻ പണം അതൊക്കെ നമ്മൾ ഉപഭോക്താക്കളാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല, പുത്തൻ പണം ഇപ്പൊ വർഗീയതയും ഫാസിസവും എല്ലാം വളർത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ പാട്ടിലൂടെയും പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്, നമ്മളെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മളെ തമ്മിൽ കണ്ടാൽ അറിയാതാക്കി, 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, ജയിക്കുന്നു എന്ന് അങ്ങനെ ഒരു കാലം വരുമെന്ന് ഏതാണ്ട് അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ദീർഘവീക്ഷണം ചെയ്ത നോവലാണ് അസുരവിത്ത്. അപ്പൊ ഇതേ സമയത്ത് തന്നെയാണ്, ഏകദേശം 50-52 വർഷങ്ങൾക്ക് മുമ്പാണ് വയലാർ എന്ന ഒരു ഗന്ധർവ കവി നമുക്ക് വേണ്ടി ഈ ഗാനം എഴുതിയത്, ഹിന്ദുവായി മുസൽമാനെ. അപ്പം കലാകാരന്മാർ, അത് കവികളായാലും എഴുത്തുകാരായാലും, ഒരു പിന്നെ വരാവുന്ന ദുരന്തത്തെപ്പറ്റി ഒരു ദീർഘവീക്ഷണം ഉള്ളവരാണ് എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും.
ഇത് തന്നെയാണ് സിനിമയിലും MT ചെയ്തത്. അതായത് ഈ തോൽക്കുന്നവരുടെയും തോറ്റവരുടെയും കഥകളാണ് കൂടുതലും എഴുതിയത്. ഇപ്പൊ 60 തിരക്കഥകളോളം എഴുതിയിട്ടുണ്ട്. മുറപ്പെണ്ണ് മുതൽ, അതായത് വടക്കൻ വീരകഥ കഴിഞ്ഞു ഒരെണ്ണം എഴുതിയിരുന്നു. അപ്പൊ അത്രയും അതെല്ലാം MT പറഞ്ഞു ഇത്രയും തോറ്റുപോകുന്ന ആളുകളുടെ അല്ല തോൽക്കപ്പെട്ട ആൾക്കാരുടെ കഥകളാണ്. ഇപ്പം നമ്മളൊരു പഴയ തലമുറ പാടി നടന്ന ഒരു പാട്ടുണ്ട്. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വച്ച മുറിവിന്മേലന്ന് കുത്തുവിളക്കു കൊണ്ടാഞ്ഞുകുത്തി. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല, പക്ഷെ ഞങ്ങളുടെ തലമുറ, എൻ്റെയും ഇപ്പൊ ഡോക്ടർ മനോജന് വരെ അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള തലമുറ പാടി നടന്ന ഒരു പാട്ടാണ് ചതിയൻ ചന്തു എന്ന് പറയുന്ന വടക്കൻ പാട്ടിലെ ഏത് കഥ എടുത്താലും ഏറ്റവും ക്രൂരനായ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ചതിയൻ ചന്തു എങ്ങനെ ചതിയനായി എന്ന് അന്വേഷിച്ച് MT ഇറങ്ങി. MT അന്വേഷിച്ചു, നിങ്ങളോട് പറഞ്ഞു ചന്തു ചതിയനല്ല. അതുകൊണ്ട് തന്നെ എന്താണ് പുതിയ തലമുറ ഇപ്പോൾ ചന്തു ചതിയനാണെന്ന് പറയുന്നില്ല. കാരണം അവർക്ക് വടക്കൻ പാട്ട് വടക്കൻ വീരകഥ കണ്ടപ്പോൾ ചന്തു ചതിയനല്ല, ചന്തുവിനെ പലരും തോൽപ്പിച്ചു. അവിടെയാണ് പറയുന്നത്. ഇപ്പം ആരൊക്കെ തോൽപ്പിച്ചിട്ടും ഇനിയും തോൽക്കാൻ ചന്തുവിന്റെ ജന്മം ബാക്കിയെന്ന് നമ്മൾ മിമിക്രിയിലും നമ്മൾ സാധാരണ സംഭാഷണത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ കൂടി ഉൾപ്പെടുന്ന മനുഷ്യരുടെയും കൂടി ഒരു കഥയാണ്. കാരണം ഇനി എത്രയോ തോൽക്കാത്തവരില്ല, തോൽക്കുമ്പോഴും പിന്നെയും ജയിക്കാനോ അല്ലെങ്കിൽ ഇനിയും തോൽക്കാനുമായി ഇനിയും നമ്മുടെ ജന്മം ബാക്കി എന്നുള്ളതാണ്. അപ്പൊ വിജയിക്കാൻ വേണ്ടിയല്ല, തോൽക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെയാണ് MT എന്നും നിന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കൂടെയാണ് വടക്കൻ വീരഗാഥയാണെങ്കിലും ഇപ്പൊ രണ്ടാം മുഴാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിൽ MT ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും MTയുടെ മിക്ക കഥാപാത്രങ്ങളും തോറ്റവരോ അല്ലെങ്കിൽ തോറ്റു കൊടുത്തവരോ ആണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ മുറപ്പെണ്ണില് അനുജന് പഠിക്കാൻ വേണ്ടി പഠിത്തം ഉപേക്ഷിക്കുന്നു ബാലേട്ടൻ, പ്രൈം മിനിസ്റ്റർ സാറിന്റെ കഥാപാത്രമാണ്. അപ്പം അത് പറയണം. പിന്നെ നക്ഷത്രങ്ങളിലാണെങ്കിലും തന്റെ പ്രണയത്തിന് വേണ്ടി തന്റെ ജീവിതം തന്നെ കൊടുത്ത് തോൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഥകളിൽ, എല്ലാ കഥകളിലും വിൽക്കാനുള്ള സ്വപ്നങ്ങളാണെങ്കിലും ബന്ധനമാണെങ്കിലും ഏതിലാണെങ്കിലും തോൽക്കാൻ അല്ലെങ്കിൽ തോറ്റു കൊടുത്തവരോ ആണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെയാണ് MTയുടെ സിനിമകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ അത് പറഞ്ഞു വരുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മനോഹരമായ കുറേ ഗാനങ്ങൾ MTയുടെ സിനിമകളിൽ കാണാം. മുറപ്പെണ്ണ് മുതൽ എടുത്താൽ നമുക്ക് കാണാം. വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി, പരിണയം, നക്ഷത്രങ്ങൾ, ഏത് സിനിമ എടുത്താലും വളരെ മനോഹരമായ ഗാനങ്ങളാണ് നമുക്കത് കാണുന്നത്. ഭാസ്കരൻ മാസ്റ്ററുടെ ആദ്യകാലത്തെ ഏറ്റവും നല്ല പാട്ടുകളെല്ലാം തന്നെ MTയുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഒരു പാട്ടില് ഭാസ്കരൻ മാസ്റ്റർ തോന്നിയിട്ടുണ്ട്, താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ മാസ്റ്റർ ചോദിക്കുകയാണ്, വാസുവിന് അറിയാമോ ഈ താന്നിയൂർ എവിടെയാണെന്ന്? അപ്പൊ വാസു MT പറയണേ എനിക്കറിയില്ല. അപ്പൊ വാസുവിന്റെ വീടിനടുത്താണ്. അതായത് താന്നിക്കുന്നിന്റെ താന്നിക്കുന്ന് കൂടല്ലൂരിനടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ താന്നിക്കുന്നിന്റെ താന്നിയും കൂടല്ലൂരിന്റെ ഊരും ചേർത്ത് ഞാൻ താന്നിയൂർ ഒരു അമ്പലം, അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുറപ്പെണ്ണില് ഇപ്പൊ 4 മറിമക്കത്തായത്തിന്റെ എല്ലാം കഴിഞ്ഞ് തറവാട്ട് ഭാഗം കഴിഞ്ഞ് ബന്ധുക്കളും ഒക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഭാസ്കരൻ മാസ്റ്റർ പറയുന്നത്, കരയുന്നു പുഴ ചിരിക്കുന്നു എന്ന് പറയുന്നത്, കണ്ണീര് മൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇരുട്ടിന്റെ ആത്മാവിൽ തന്നെ ഒരു പാട്ട്, വളരെ മനോഹരമായ പാട്ടാണ് ഭാസ്കരൻ മാസ്റ്റർ. മഞ്ഞണി പൂനിലാവ് പേരാറിൻ കടവത്ത് മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ. ഇപ്പം ഈ മഞ്ഞണി പൂനിലാവും മഞ്ഞളരച്ചു വെച്ചൊന്നും നീരാടുന്നില്ല. പക്ഷെ ആരും ഇപ്പൊ അങ്ങനെ മഞ്ഞളരച്ചു വെച്ചൊന്നും കുളിക്കാനുള്ള സമയമില്ല. അപ്പൊ അങ്ങനെയുള്ള, പക്ഷേ ആ ഒരു നഷ്ടകാലം ഭാസ്കർ മാസ്റ്റർ കണ്ടെടുക്കുന്നുണ്ട് ഈ MTയുടെ ഈ കഥകളിലൂടെ. അപ്പൊ അത് നഷ്ടകാലം കണ്ടെടുക്കാൻ പറ്റുന്ന കഥകളാണ്. പക്ഷെ എങ്കിലും MT പ്രത്യാശ കൈവിടുന്നില്ല. വളർന്നു വലുതാകും, വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും MT പറയും. അതുപോലെ തന്നെയാണ് MTയുടെ കഥാരചനയുടെ അവസാന നാളുകൾ എന്ന് പറയുമ്പോൾ MT ഒരു കഥ എഴുതിയിട്ട് ഏകദേശം മരിക്കുന്നതിന് ഏകദേശം 30 വർഷത്തിന് മുമ്പൊക്കെയാണ് കഥ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നോവൽ അല്ലെങ്കിൽ തിരക്കഥയിലൊക്കെ ആയിട്ട്. അപ്പം അതിലെ ഏറ്റവും അവസാനത്തെ കഥ എന്ന് പറയുന്നത് കാഴ്ച എന്നൊരു കഥയാണ്. പക്ഷെ അതിനു മുമ്പ് എഴുതിയിരുന്ന പറഞ്ഞാണ് ഒരു ശിലാലിഖിതം എന്നൊരു കഥയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ഗ്രാമത്തിലെ കാര്യമാണ്. ഗ്രാമത്തിലെ സ്ത്രീ ഇങ്ങനെ മരിക്കാൻ കിടക്കും, ഉതളങ്ങ എന്തോ കഴിച്ചിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഗ്രാമത്തിൽ ആരും നോക്കുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഗ്രാമീണനായിരുന്ന ഇപ്പം നഗരത്തിൽ താമസിക്കുന്ന ഒരാൾ വരികയും ഇത് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഇത്ര ഒരു സ്ത്രീ മരിക്കാൻ കിടന്ന് നിങ്ങളെന്താ ഒന്നും നോക്കുന്നില്ലേ, എന്താ നോക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കൂടെ വന്ന അയാളുടെ മകൾ, നഗരത്തിൽ നിന്ന് വന്ന മകൾ ചോദിക്കുകയാണ്, അച്ഛന് ഒന്ന് നോക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം
എന്നിട്ട് ആ കുട്ടി പോയി ഒരു ചോലയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുന്നു. അതാണ് കഥ വരുന്നത്. അപ്പം ഈ നഗരത്തിൽ നിന്ന് വന്ന ആധുനിക ടെക്നോളജിയുടെ ലോകത്ത് നിന്ന് വന്ന അതിനാഗരികയായ ഒരു കുട്ടിയിലാണ് വരും കാലത്തെ മനുഷ്യത്വം നിലനിൽക്കാൻ പോകുന്നത് എന്ന് കണ്ട എഴുത്തുകാരനാണ് MT. അപ്പൊ MT ഒരു പഴയ എഴുത്തുകാരനല്ല. ഏറ്റവും പുതിയ കാലത്തെ കുട്ടിയിലും ഈ മനുഷ്യത്വം നിലനിൽക്കും എന്ന് കണ്ടുപിടിച്ച ഒരു പുതിയ എഴുത്തുകാരനായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. അപ്പൊ എഴുത്തുകാരൻ, അതാണ് എഴുത്തുകാരന്റെ പ്രത്യാശ. അപ്പൊ എഴുത്തുകാരൻ മാനവികതയിൽ വിശ്വസിക്കുന്നു, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എഴുത്തുകാരന്റെ പ്രത്യാശ വരുന്നത്. അപ്പൊ മനുഷ്യന്റെ വികാരങ്ങൾ അസ്തമിച്ചു പോയാൽ മനുഷ്യനല്ലാതാകും. അപ്പൊ അതുകൊണ്ട് MT വികാരങ്ങളിൽ ചാലിച്ചാണ് എല്ലാം പറഞ്ഞത്. എന്തുകൊണ്ടാണ് കൂടല്ലൂരിന് ഇഷ്ടം എന്ന് MTയോട് ചോദിക്കുമ്പോൾ MT പറയുന്നത്, അമ്മ ജീവിച്ച നാടല്ലേ, അതുകൊണ്ടാണ് എനിക്കിഷ്ടം. അപ്പൊ അതുപോലുള്ള വികാര തീവ്രതമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹത്തിന്റെ എഴുത്തിനോട് എല്ലാം ഉള്ളത്. വികാര തീവ്രതയോടെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വികാര തീവ്രതയോടെ അദ്ദേഹം നമ്മുടെ നെഞ്ചിൽ, നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുകയാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഒരു നിരീക്ഷണം ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മലയാളിക്ക് ഒരു 4 കുഴപ്പങ്ങളാണ് അവർ പറയുന്നത്. ഒരു നേരിയ വിഷാദാത്മകത്വം, ഉത്സവക്കമ്പം, താളക്കമ്പം, ഈ നടന നൃത്ത ഭ്രമം. അപ്പൊ ഈ നേരിയ വിഷാദാത്മകം എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു സഹജ സംസ്കാരം തന്നെയാണ്. അത് പെട്ടെന്ന് വിഷാദ രോഗികളാകാൻ വിഷാദരോഗിയാകാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളാണ് മലയാളികൾ എന്ന് പറയാൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉത്സവങ്ങൾ നടത്തുന്നത്, നമ്മൾ ഇതുപോലെ അക്ഷരോത്സവങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അനുസ്മരണങ്ങൾ നടത്തുന്നത്. ആ ഉത്സവങ്ങളാണ്, അക്ഷരോത്സവങ്ങളാണ് നമ്മളെ വീണ്ടും ഒരു ഊർജം നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ പറയും, ആനയെ കണ്ട് മതിയായ മലയാളിയില്ല, കടൽ കണ്ടു മതിയായ മലയാളിയില്ല, ഉത്സവം കണ്ട് മതിയായ മലയാളിയില്ല. അങ്ങനെയുള്ളതിൽ അങ്ങനെ ഒരു 4ാമത്തെ പ്രതിഭാസമായിട്ട് മലയാളികൾക്ക് വരുന്ന ഒരു പേരാണ് MT. കാരണം MTയെ വായിച്ച് മതിയായ മലയാളികളില്ല എന്നാണ് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾ ഉള്ളിടത്തോളം കാലം MT ഉണ്ടാവും എന്നത് തന്നെയാണ്. അപ്പം ഈയിടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത്, MT സവർണർക്ക് വേണ്ടിയാണ് എഴുതുന്നത്, നായന്മാർക്ക് വേണ്ടിയാണ് എഴുതുന്നൊക്കെ ഇത് കണ്ടു. പക്ഷെ MTയെ വായിക്കാതെ അങ്ങനെ പറഞ്ഞതായിരിക്കണം എന്നാണ് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം MTയുടെ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം വേലായുധം കുട്ടിയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു നാലുകെട്ടില് അല്ലെങ്കിൽ നായർ തറവാട്ടിലാണെങ്കിലും അവരുടെയൊക്കെ തോൽവിയും അല്ല അവരുടെ ജീവിത പരാജയത്തെക്കുറിച്ചാണ് എഴുതുന്നത് എപ്പോഴും, MT പ്രത്യാശ കൊടുക്കുന്നെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് 2ാം ഊഴവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു നിരീക്ഷണം പറയാൻ പറ്റും. ഇപ്പൊ ഘടോൽക്കചൻ നമുക്കറിയാം, ഏറ്റവും നല്ലൊരു ധീരനായ യോദ്ധാവാണ്. ഭീമന് കാട്ടാള സ്ത്രീയിൽ പിറന്ന മകനാണ്. അപ്പം ആ കഥയിലാണ് ഇപ്പൊ കർണൻ ഏകപുരുഷഘാതിനി എന്ന് ഒരു വേലുമൊക്കെ ആയിട്ട് അർജുനനെ കൊല്ലാൻ നടക്കുമ്പോഴാണ് കൃഷ്ണൻ ഘടോൽക്കചനെ യുദ്ധരംഗത്തേക്ക് ഇറക്കുന്നത്. അപ്പൊ കുരുവംശത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ഘടോൽക്കചനാണ്. നമ്മൾ അർജുനനാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ കുരുവംശത്തിൽ അന്നത്തെ യുദ്ധത്തിൽ നഷ്ടം ഉണ്ടാക്കും. ഒരു ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ദുര്യോധനൻ പറയാണ്, ഇത് ഏകപുരുഷഘാതിനി ഉപയോഗിക്കൂ, അർജുനനെ നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ ഘടോൽക്കചൻ മരിച്ചു വീഴുകയാണ്. തീർച്ചയായിട്ടും പാണ്ഡവ യുദ്ധ ക്യാമ്പിലൊക്കെ വളരെ വിഷാദം ആയി ഒരു മരണം, ഘടോൽക്കചൻ മരിച്ചു. പക്ഷെ അപ്പോ കൃഷ്ണൻ പറയുന്ന ഒരു ഇതുണ്ട്, നിങ്ങൾ ഇപ്പൊ ആഹ്ലാദിക്കുകയാണ് വേണ്ടത്. കാരണം ഈ ഘടോൽക്കചൻ എന്തായാലും ഒരു കാട്ടാളനാണ്, അയാളെ എന്നായാലും നമുക്ക് കൊല്ലേണ്ടി വരും, അത് വേണ്ടി വന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് അല്ലെങ്കിൽ അപ്പുറത്തായിട്ട് ഇരുട്ടത്ത്, അങ്ങനെയാണ് MT അത് പറയുന്നത്, ഇരുട്ടത്ത് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അച്ഛൻ, അതായത് കാട്ടാള സ്ത്രീയിൽ ഉണ്ടായ മകൻ മരിച്ച കാട്ടാള സ്ത്രീ, അതാണ് ഭീമന്റെ മകൻ എന്ന് പറയുന്നത്. കാരണം പാഞ്ചാലിയിൽ ഇപ്പൊ നമുക്ക് 5 പേര് പാഞ്ചാലി ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമാണ് നമ്മുടെ മകൻ, അല്ലെങ്കിൽ ഭീമന്റെ മകൻ എന്ന് പറയാവുന്ന ഒരു മകൻ കെടുമ്പിയിലുണ്ടായത് ഘടോൽക്കചനാണ്. അപ്പൊ അതുകൊണ്ട് ആഹ്ലാദിക്കൂ എന്ന് പറയുന്ന ഒരു സമയത്ത് ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ഒരു ദളിത് പക്ഷത്ത് നിന്ന്, കാട്ടാള പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ കീഴാള പക്ഷത്ത് നിന്ന് മലയാളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഈ ഘടോൽക്കചന്റെ മരണസമയത്ത് 2ാം ഊഴത്തിൽ MT അവതരിപ്പിക്കുന്നത്. അവസാന 2ാം ഊഴത്തിന്റെ അവസാന ഭാഗത്ത് MT പറയുന്നുണ്ട്, ഭീമന്റെ അച്ഛൻ കാറ്റല്ല, ചെങ്ങലയഴിഞ്ഞ ചണ്ടമാരുതനെ പോലെ വന്നൊരു കാട്ടാളനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇന്നും ആദിവാസികളെ മനുഷ്യരായി കണക്കാക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി. മധുവിന്റെ കാര്യം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇടയ്ക്ക് ഒരു എക്സാമ്പിൾ, സുൽത്താൻ ബത്തേരിയിൽ ബസ് അപകടം ഉണ്ടായപ്പോൾ അതിൽ 5 പേര് മരിച്ചു എന്നൊരാള് ചായക്കടയിൽ ഇരുന്ന് പറയാണ്. അപ്പം മറ്റൊരാൾ തിരിച്ച് 5 അല്ല 3 പേരല്ലേ ഉള്ളൂ, ഇല്ല 5 എന്നാണല്ലോ കേട്ടത്. അപ്പൊ മറ്റേ ആൾ നിസാര 2 പേര് ആദിവാസികളാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കേരളത്തിലാണ് ഭീമകഥയെ മുൻനിർത്തി ഒരു കാട്ടാള യുവാവ് മരിച്ചതിനെ പറ്റി ഏറ്റവും ഉന്നതമായ നീതിബോധത്തോട് MT സംസാരിച്ചത്.
അപ്പം MT മലയാളികളുടെ ജീവിതം ഒരിക്കലും അനാഥത്വമല്ല, സനാഥത്വം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് അപ്രോച്ചാണ്. അത് എല്ലാത്തിനും പ്രത്യാശയാണ് കൊടുക്കുന്നത്. അത് നിരാശയുടെ അല്ല, പ്രത്യാശയുടെയാണ്. ഇപ്പം സ്നേഹശൂന്യമായ ഇടങ്ങളിൽ ഒരു സ്നേഹത്തിൻ്റെ വിളക്കുകൾ കൊളുത്തുന്ന അമരനായ എഴുത്തുകാരൻ തന്നെയാണ് MT. അത് അമ്മയ്ക്ക് പറഞ്ഞ ഏത് മലയാളിയും MT ഇഷ്ടപ്പെടും. കാരണം മനുഷ്യത്വത്തെ ഇഷ്ടപ്പെടുന്ന ഏത് മലയാളിയും MT ഇഷ്ടപ്പെടും. മാനവികത ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും. ഒറ്റപ്പെട്ടു പോകുന്ന ഓരോ നിമിഷവും നമ്മൾ MT ഓർക്കും. തോൽപ്പിക്കപ്പെട്ട മനുഷ്യർ MT ഓർക്കും. തോറ്റവരുടെ പക്ഷത്ത് നിലയുറപ്പിച്ച എഴുത്തുകാരനാണ് MT. അവരോട് MT എന്നും സംവദിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയും നമ്മൾ കഥയും ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിലും MT അത്ര അറിയപ്പെടാത്ത ഒരു വിഭാഗത്തിലും കൂടെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് ഞാൻ നിർത്താം. അപ്പം അദ്ദേഹത്തിൻ്റെ ഗാനരചനയെ പറ്റിയാണ്. ഞാനിപ്പം പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുകൊണ്ട് എവിടെയും ഒരു പാട്ട് കിട്ടുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ MT ഇത് നോക്കുമ്പോൾ MT സംഗീതത്തിൽ വളരെ താല്പര്യമുള്ള ഒരാള്. അപ്പം അദ്ദേഹത്തിൻ്റെ കലാജീവിതം തുടങ്ങുന്നത് തന്നെ കവിതകളിലാണ്, പിന്നെയാണ് അത് കഥകളിലേക്ക് മാറുന്നത്. അപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത ബന്ധനം എന്ന ചിത്രത്തിൽ MB ശ്രീനിവാസന്റെ ഇതില് ആ ഒരു രാഗം ശ്രീരാഗം എന്നുള്ള പാട്ട് യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ളതാണ് ആയിരുന്നു MBSന്റെ താല്പര്യം. പക്ഷെ ആ പാട്ട് ജയചന്ദ്രൻ തന്നെ പാടണമെന്ന് സംവിധായകനായ MT വളരെ ഒരു നിർബന്ധം പിടിച്ചിട്ടാണ് ആ പാട്ട് വന്നത്. അപ്പോൾ ജയചന്ദ്രൻ വളരെ പേടിച്ചാണ്, അതൊക്കെ വേറെ കഥകളാണ്, വളരെ പേടിച്ചാണ് പോയത്, എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി എന്നൊക്കെ പറയുന്നു, കഥകളുണ്ട്. കഥയല്ല, അത് നടന്ന കാര്യമാണ്. അപ്പം അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇല്ല, അപ്പം MBS പറയുന്നു, ഐ ആം ഗിവിങ് യു എ ടഫ് സോങ്, യു വിൽ ഗെറ്റ് എ സ്റ്റേറ്റ് അവാർഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ടാണ് രാഗം ശ്രീരാഗം എന്നുള്ള പാട്ട് പാടുന്നത്. അതെന്തുമാത്രം മനോഹരമായിട്ടാണ് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. രാഗം, അതൊരു ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ജയചന്ദ്രൻ വളരെ മനോഹരമായിട്ടാണ്. അപ്പം MT ഒരു കാഴ്ചപ്പാടാണ് സംഗീതത്തെ പറ്റി, അതെങ്ങനെയൊന്നും. അതുപോലെ തന്നെയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ കഥയിൽ വന്ന വളർത്തുമൃഗങ്ങൾ എന്നുള്ള ചലച്ചിത്രമായപ്പോൾ ഹരിഹരനാണ് സംവിധാനം. അപ്പം MB ശ്രീനിവാസൻ തന്നെയാണ് അതിൻ്റെയും സംഗീത സംവിധായകൻ. അപ്പോൾ അദ്ദേഹം കോഴിക്കോട് വരുന്നു. ഈ പാട്ടിന് എഴുതാൻ നിൽക്കുമ്പോഴേ പാട്ട് എഴുതാൻ തീരുമാനിച്ച യൂസഫ് അലി കേച്ചേരിയാണ്. പക്ഷെ അന്ന് ആ സമയങ്ങളിൽ യൂസഫ് അലി കേച്ചേരി വളരെ പനിയോ അങ്ങനെ എന്തോ ആയിട്ട് ആശുപത്രിയിലാണ്. അപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോഴാണ്, കാത്തിരിക്കാനും പറ്റില്ല, കാരണം MB ശ്രീനിവാസൻ വന്നിരിക്കുന്ന സമയം അത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഹരിഹരൻ പറയുന്നത്, എന്തുകൊണ്ട് MTക്ക് പാട്ട് എഴുതിക്കൂടാ? കാരണം MT കഥയാണ്, MT തിരക്കഥയാണ്. അപ്പം എല്ലാ കഥാസന്ദർഭങ്ങളും വളരെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന MTക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ? അപ്പോൾ ഈ സമയത്തിൻ്റെയും ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് MT അത് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ച MT എഴുതിയ ഗാനങ്ങൾ മറ്റേത് ഗാനരചയിതാവ് എഴുതുന്ന ഗാനങ്ങളെ പോലെ തന്നെ നമ്മൾ സ്വീകരിച്ചതാണ്. ഒരു മുറിക്കണ്ണാടിയിൽ എന്നെ നോക്കി, അല്ലെങ്കിൽ കാക്കാലൻ കുരങ്ങച്ചൻ എന്നൊക്കെ പറഞ്ഞൊരു വളരെ തത്വശാസ്ത്രമായ, കാക്കാലൻ കുരങ്ങച്ചൻ ചരട് വലിക്കുന്നു, നമ്മൾ അതനുസരിച്ച് ആടുന്നു, സർക്കസ് കൂടാരത്തെപ്പറ്റിയുള്ള കഥയാണ്. അപ്പം അതിനെപ്പറ്റി ആ ജോക്കറിന്റെ കഥകളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു MB ശ്രീനിവാസൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഒരു ഗാനത്തിന്റെ 4 വരിയും പാടി നമുക്ക് അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹം എഴുതിയ ആ സുകുമാരനാണ് ആ കഥ ചിത്രത്തിൽ പാടുന്നത്. ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു, ശുഭരാത്രി. ഒരു തണ്ടുമോരേ കാന്തപഥികന് കാവൽ നിൽക്കും താരസഖികളെ, നിങ്ങൾക്കു നന്ദി, ശുഭരാത്രി ശുഭരാത്രി. ഇനിയും ഇതുപോലെ ഈ സ്നേഹശൂന്യമായ ഇടങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ വിളക്കുകൾ കൊളുത്തി അമരനായ എഴുത്തുകാരനെ നമ്മൾ ഇനിയും ഓർമ്മിക്കും. കാരണം ഈ പറഞ്ഞ പോലെ തലമുറകൾ കയറി ഇറങ്ങിയ ആ കഥകൾ, പ്രത്യാശയുടെ കഥകൾ നമ്മൾ എന്നും എന്നും ഓർക്കും. ഏത് എന്താ പറയുന്നത്, എപ്പം ഒരു ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴും MT ഓർക്കുക. വരും, വരാതിരിക്കില്ല, അല്ലെങ്കിൽ വളരും, വളർന്നു വലുതാകും, കൈകൾക്ക് കരുത്തുണ്ടാകും എന്ന് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, വരില്ല എന്നറിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിമലയെ പോലെ ജീവിതത്തിൽ വീണ്ടും പ്രത്യാശ ഉണ്ടാക്കാൻ MT കഥകളും MT സിനിമകൾ പോലും കാണുന്നതിന് അതിൻ്റെതായ ഒരു വ്യത്യാസമാണ്. വടക്കൻ വീരകഥ പോലുള്ള സിനിമകളൊക്കെ കാണുന്നത് അതിൻ്റെതായ ഗുണം കാണും. അപ്പം അതുകൊണ്ട് ഇനിയും
MT-യിലൂടെ എം ടിയുടെ മരണം നമുക്കുണ്ടായ നഷ്ടം ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അറിയും. കാരണം അതുകൊണ്ട് തന്നെ പഴയ കഥകളും എല്ലാം വായിച്ച് പുതിയ പുതിയ കുട്ടികൾ ഇതുപോലെ മനുഷ്യത്വത്തിൻ്റെ വിളക്കുമേന്തി മുന്നിട്ട് വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഇപ്പം ഇതുവരെയും എൻ്റെ ഒരു പ്രഭാഷണം കേട്ടിരുന്ന ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന ഒരു വലിയ ക്യാൻവാസിൽ, വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇതിപ്പോൾ 1900 എത്രയാണെന്ന് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞവണയും പറഞ്ഞിരുന്നു, അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പം അത് വളരെ വിജയകരമായി, വളരെ അനായാസമായി നടത്തുന്ന ഡോക്ടർ മനോജിനും ടീമിനും എൻ്റെ അഭിനന്ദനങ്ങളും കൂടെ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ഇന്ന് കഴിഞ്ഞെങ്കിൽ പോലും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇനി 5 ദിവസം കഴിഞ്ഞ് വരുന്ന പുതുവർഷം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും, എൻ്റെ പേരിൽ ഞാൻ പറയുമ്പോൾ അത് സംഗീതത്തിൻ്റെയും കൂടെ ആയിട്ട് പറയും. അപ്പോൾ സന്തോഷവും സമാധാനവും സംഗീതവും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല പുതുവർഷവുമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ. ഇപ്പോ പാർവതി ദേവി പറഞ്ഞ വരിയാണോ സംക്ഷേപിച്ചരൾ ചെയ്ത് ഏതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീ നാരായണൻ മഹാത്മ്യങ്ങളിൽ നിന്ന് എഴുത്തച്ഛൻ പറഞ്ഞ പോലെ ഈ MT-യെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അങ്ങ് വളരെ ഭംഗിയായിട്ട് പറയുകയും അതുപോലെ വളരെ നല്ലൊരു പാട്ടോടുകൂടി അതിനെ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ കലാകാരനെ അത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പറയും എഴുത്തുകാർ ക്രാന്തദർശികളെന്ന് പറയും, കാലത്തിന് മുന്നേ സഞ്ചരിച്ചവരാണ് എന്ന് പറയും. ഇപ്പൊ 50 വർഷം മുമ്പ് തന്നെ ഇപ്പൊ നടന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞു എന്നുള്ളതും, അതുപോലെ വളരെ എന്താ പറയാ ആൾക്കാരുടെ എല്ലാം ഗൃഹാതുരത്വം ഓർമ്മിപ്പിക്കുന്ന ഒരു വാചകം അങ്ങ് പറയുകയുണ്ടായി, അമ്മ ജീവിച്ച നാടല്ലേ എന്ന്. തീർച്ചയായിട്ടും ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ ആദരണീയ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ സാർ വീണ്ടും ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറേ അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ വളരെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഇപ്പൊ MT-യെ കുറിച്ച് ആർക്കും എതിരഭിപ്രായമോ രണ്ടഭിപ്രായമോ ഇല്ല. പക്ഷെ MT-യെ കുറിച്ചൊരു വിമർശനം വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ നിർമ്മാല്യം എന്ന് പറയുന്ന ആ കഥയിലും സിനിമയിലും ആ വിഗ്രഹത്തിലെ അവസാനം ആ വിഗ്രഹത്തിന്റെ തുപ്പുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ അന്നും ഇന്നും, അന്നത്തെക്കാളും കൂടുതൽ ഇന്ന്. അന്നൊരു പക്ഷെ അതെല്ലാവരും അത് ഉൾക്കൊണ്ടുപോയി. പക്ഷെ ഇന്ന് അത് ഉൾക്കൊള്ളാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അത് ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്. ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ MT അത് ചെയ്യില്ലായിരിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഥാകാരനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. അത് സത്യവുമായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ വ്യാസൻ മഹാഭാരതത്തിൽ ഒരിടത്തും ഭീമൻ ഒരു രണ്ടാം ഊഴക്കാരനാണ് എന്ന് തോന്നിച്ചിട്ടേ ഇല്ല. ഭീമനെന്നും നമ്മൾ കണ്ടിട്ടുള്ള ഭീമൻ എന്നും ബലവാനാണ്, ശക്തിമാനാണ്, ബുദ്ധിമാനാണ്, ഭാര്യയെ സ്നേഹിക്കുന്നവനാണ്, ചേട്ടന്മാരെ സ്നേഹിക്കുന്നവരാണ്, അനുജന്മാരെ സ്നേഹിക്കുന്നവനാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു രണ്ടാം ഊഴക്കാരനായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ MT അത് MT-യുടെ നോവലിന്റെ ആ ഭാഷ എന്നൊക്കെ പറയുന്നത് ഗംഭീരമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഗംഭീരമാണ്. പക്ഷെ അതിലുള്ള തത്വങ്ങളെല്ലാം ശരി. ഇത് തന്നെയാണ് വയലാറും ചെയ്തിട്ടുണ്ട്. വയലാറിന്റെ താടക എന്ന് പറയുന്ന കവിതയില് പിന്നെ ഒരു വേള അല്ലെങ്കിൽ ഒരു മാത്ര ശ്രീരാമൻ താടകയുടെ അങ്കലാവണ്യത്തില് ആകൃഷ്ടനായി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സത്യമില്ല. അങ്ങനെ ചില കാര്യങ്ങൾ, ചില വിമർശനങ്ങളും കൂടി നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. ഒന്നാം ചരമവാർഷികത്തിന് പറയുമ്പോൾ എല്ലാം പറയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇതൊരു എൻ്റെ ഒരു അസസ്മെന്റ് ആയിട്ട് എടുത്താൽ മതി. ഇതൊരു പരമമായ സത്യമായിട്ടൊന്നും ആരും എടുക്കണ്ട. പിന്നെ ബാക്കി ഇനിയും കേട്ടിട്ട് പറയാം. ഇനിയുണ്ട് കാര്യങ്ങൾ. അതെ, ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ഓരോന്നാണ് കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഹിസ് ഹെറിഡിറ്റി, അപ്ബ്രിംഗിങ്, ടൈം ആൻഡ് എൻവയൺമെന്റ്. 4 ഘടകങ്ങൾ പറയും. അപ്പൊ ഇതിലൂടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളും ഓരോ തരത്തിൽ ചിന്തിക്കും. മാത്രമല്ല എനിക്കൊന്ന് എഴുത്തുകാരാകുമ്പോൾ കൂടുതൽ ഒരു വിബ്ജിവർ പോലെ ആയിരിക്കും, പ്രസത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി പോലെ ആയിരിക്കും, പലതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ മൂടി വെച്ച ഗൂഢഭാവങ്ങൾ പൂക്കളായും ശലഭങ്ങളായും മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ടാകും. ഇതിൽ MT വാസുദേവൻ നായരെ കുറിച്ചോ അദ്ദേഹത്തിന് എന്തെങ്കിലും അനുഭവങ്ങളോ പങ്കുവെക്കാനുണ്ടെങ്കിൽ സമയമുണ്ട്. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. നമ്മുടെ ആദരണീയനായ ശ്രീ MR ഗോപകുമാർ സാർ മുതൽ ബിജു പെരുമ്പഴ സാറും ഉണ്ട്.
എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സത്യൻ അന്തിക്കാട് നല്ലൊരു ഗാന രചയിതാവായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പക്ഷേ ഈ ചലച്ചിത്ര ഇത് ഇത് പോകാതെ പാട്ടെഴുത്തുകാരനാണ്. ഒരു പക്ഷേ ഒരു നമ്മുടെ ഗിരീഷ് പുതഞ്ചേരിക്കും ONV-ക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ട് മാറി എനിക്ക് തോന്നുന്നു. വളരെ ഉജ്ജ്വലമായിട്ട് പാട്ടെഴുതുന്നതാണ് ശ്രീ സത്യൻ അന്തിക്കാട്. പിന്നെ സാറ് പറഞ്ഞ തോൽക്കുന്നവരുടെ കഥ പറയുണ്ടായി. ശരിക്കും അത് നല്ലൊരു ആവിഷ്കാരം തന്നെയായിരുന്നു. നമ്മൾ ആ ചന്തുവിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു ചന്തു നമ്മുടെ മുമ്പിൽ ഇത്ര എളുപ്പമല്ല. ഈ 3 കോടി ആൾക്കാരുടെ മനസ്സിൽ അതുവരെ ഉണ്ട് ലബ്ധപ്രതിഷ്ഠയുടെ ഒരാളിനെ തിരിച്ചു വെക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഉജ്ജ്വലമായി വിജയിച്ചു. മാത്രമല്ല മമ്മൂട്ടിയുടെ അഭിനയവും ആ കാലഘട്ടവും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഈ അതിനകത്തുള്ള MT വാസുദേവൻ നായരുടെ ചില ഡയലോഗുകൾ ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ പ്രക്ഷോഭത്തിനും ഒരുപക്ഷെ കല്ലേറിനും വരെ സാക്ഷ്യം വഹിച്ചേനെ. അതായത് നീ അടക്കമുള്ള പെൺവർഗം ഇതിന് മോഹിച്ചുകൊണ്ട് വെറുക്കും ചിരിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്ന ഓരോ ഡയലോഗുകൾ ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഒരുപക്ഷെ വനിതാ കമ്മീഷനിലെ കോടതിയിലെ കയറിയാണ്. അപ്പൊ എപ്പോഴും കാലത്തിൻ്റെതായ ഒരു ഒഴുക്കും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. ഷൈല ഡോക്ടർ എന്ത് പറയുന്നു? അഡ്മിറ്റ് ചെയ്യണേ. ഞാന് മറ്റേ ചന്തുവിന്റെ കാര്യം മനോജ് ഡോക്ടർ പറഞ്ഞപ്പോ അതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നത് എന്താണ് മനസ്സിൽ ഉറച്ചിരുന്ന ചന്തുവിന്റെ ആ ഒരു പ്രതിഷ്ഠ ആണ് മാറ്റി എഴുതി ഒരു മാറ്റം വരുത്തി പ്രതിഷ്ഠിക്കാനായിട്ട് പറ്റിയത് ആ സിനിമയിലൂടെ, വടക്കൻ വീരഗാഥയിലൂടെ. പിന്നെ ആ ഒരു ചന്തുവിന് ആ ഒരു എന്താണ് രൂപവും ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം ആയിട്ട് മാറ്റി എഴുതാൻ MT വാസുദേവൻ നായർക്ക് കഴിഞ്ഞു. എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എങ്കിലും ഒരു വ്യത്യസ്തനായ ചന്തുവിനെയാണ് അവതരിപ്പിച്ചത്. അതിങ്ങനെ ഓർക്കുകയായിരുന്നു പറഞ്ഞപ്പോ. അതുപോലെ തന്നെ വേറെ റിക്വസ്റ്റ് ഉള്ളത്, ബിജു പെരുപ്പഴ സാറ് പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഒരു നല്ല പാട്ടുകൂടെ പാടിയേ കൊള്ളാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, റിക്വസ്റ്റ് കൂടിയുണ്ട്. നന്നായിട്ട്, വളരെ നന്നായിട്ട് പാടും. കാരണം പാട്ടിന്റെ ആ ഭാവത്തെ ഉൾക്കൊണ്ട് ആവാഹിച്ചാണ് സാർ പാടുന്നത്. പറയാൻ കാരണം ഞാൻ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനും. സാറ് അന്ന് പാടിയ പാട്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടേ ഇല്ല, കേട്ടിട്ടുമില്ല. അപ്പൊ സാറന്ന് പാടിയപ്പോ ആ ലൈനുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ അത് യൂട്യൂബ് വഴി കേട്ടപ്പം വളരെ നല്ലൊരു പാട്ടാണ്. അത് ഇതുവരെ കേൾക്കാതെ പോയല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ സാറിന് അറിയാമായിരിക്കും. ഒരു പാട്ടുകൂടെ പാടിയേ കൊള്ളാം. വളരെ സന്തോഷം. അതുപോലെ ഗോപകുമാർ സാറിന്റെ പുതിയ വിശേഷങ്ങൾ, സിനിമയൊക്കെ പുതിയ സിനിമകളൊക്കെ ഉണ്ടോ? സാർ എപ്പോഴും ബിസി ആണല്ലോ. അതെ സാർ. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൂര്യയിലല്ല ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മഴവിൽ മനോരമയിലാണ്. സൂപ്പർ കൺമണി എന്ന് പറഞ്ഞ സീരിയലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 3-4 സിനിമ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ജനുവരി 23-ാം തീയതി ഒരു പടം റിലീസാവുന്നുണ്ട്. കിരാത എന്നാണ് സിനിമയുടെ പേര്. അത് റിലീസാവുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഊടും പാവും എന്ന് പറഞ്ഞൊരു സിനിമ ഉടനെ വരും. അല്ലാതെ ബഹ്റിനിൽ അഭിനയിച്ച ഒരു സിനിമ അത് അവിടെ റിലീസ് ചെയ്തു. അത് ഇവിടെ കാണാം ഇനിയിപ്പോ. 2-3 സിനിമകൾ ഇങ്ങനെ ഉണ്ട്. കുറെ സിനിമകൾ ചെയ്യും, ചെറിയ ചെറിയ സിനിമകളാണ്. വലിയ സിനിമകൾ ചെയ്യുന്നില്ലെങ്കിലും, വടക്കൻ വീരഗാഥ പോലത്തെ സിനിമ ചെയ്യുന്നില്ലെങ്കിലും ചെറിയ ചെറിയ സിനിമകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒരു സമർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. വളരെ സന്തോഷം. സാർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് പുതിയതായിട്ടല്ല സാർ, പൊന്തന്മാടെയൊക്കെ ഒന്ന് ഓർത്താൽ മാത്രം മതി. അല്ലെങ്കിൽ വിധേയൻ പൊന്തന്മാടല്ല വിധേയൻ, അത് ഓർത്താൽ തന്നെ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ് ഒരു അതുല്യനായ നടൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി വേറെയാണ്. അതെനിക്ക് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ വായനക്കാരനാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് സാറിപ്പം ഈ രണ്ടാമതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞതിനെ പറ്റി. അത് കാരണം വായിക്കുമ്പോൾ അതിനൊരു വിശകലനം നടത്താൻ കഴിയുന്ന ഒരാള് എന്ന് പറയുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ രണ്ടാമൂഴത്തിന്റെ അല്ലെങ്കിൽ വ്യാസൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള വായനയുള്ള ഒരാളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വേദിയിൽ നിൽക്കുമ്പോൾ അതൊരു നമുക്ക് സന്തോഷമാണ്. കാരണം അതൊക്കെ നമുക്ക് പുതിയ അനുഭവമാണ്. പിന്നെ ഇദ്ദേഹം തിരക്കഥാകൃത്ത് കൂടെയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് സംവിധായകർ പോയി ക്യൂ നിൽക്കാറുണ്ട് പല പ്രാവശ്യം. അത് ആദ്യമൊന്നും പോയി അദ്ദേഹം സ്ക്രിപ്റ്റ് കൊടുക്കാറില്ല. അദ്ദേഹം ഇവരുടെ ക്ഷമ പരിശോധിക്കും. എത്ര പ്രാവശ്യം കൂടുതൽ വരുന്നു അത്രയും കൂടുതൽ വന്നിട്ടേ കൊടുക്കാവുള്ളൂ എന്നൊരു തോച്ചിലുണ്ട് പുള്ളി. അപ്പൊ അതിനെക്കുറിച്ച് ഒരു തമാശ പറയും.
ഒരാളിനെ കുറിച്ചാണ്. ആളിന്റെ പേര് ഞാൻ പറയുന്നില്ല, സിനിമയുടെ പേരും പറയുന്നില്ല. നടന്ന സംഭവമാണിത്. നടന്ന സംഭവം വെച്ചാൽ കുറച്ചൊക്കെ നടന്ന സംഭവമാണ്. ഒരു സംവിധായകൻ ഇതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നു. ആദ്യത്തെ ദിവസം പോകുന്ന ദിവസം സ്ക്രിപ്റ്റ് ചോദിക്കാനാണ് പോകുന്നത്. ഒരു സ്ക്രിപ്റ്റ് എഴുതി തരണം എന്ന് ചോദിക്കാൻ, സംവിധാനം ചെയ്യാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരണം എന്ന് ചോദിക്കാൻ പോയി. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിന്ന്, അപ്പോൾ അടുത്ത വീട്ടിൽ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു കുട്ടിയുടെ 1ാം പിറന്നാളാണ്, അതിന്റെ ആഘോഷം നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പല പ്രാവശ്യം ഈ സംവിധായകൻ സ്ക്രിപ്റ്റിന് വേണ്ടി അവിടെ ചെല്ലുന്നുണ്ട്. പിന്നെ നോക്കാന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അവസാനം ഒരു ദിവസം ഇദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് കിട്ടി. പോയപ്പോൾ സ്ക്രിപ്റ്റ് റെഡി ആയിട്ട് നോക്കി, ഇയാൾക്ക് സ്ക്രിപ്റ്റ് തന്നേക്കാന്ന് സ്ക്രിപ്റ്റ് വന്നു. അപ്പോഴും അപ്പുറത്തെ വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചപ്പോ അന്ന് 1ാം പിറന്നാൾ നടത്തിയ കുട്ടിയുടെ കല്യാണമാണ്. അത്രയും സമയമെടുത്തു എന്നാണ് പറയുന്നത്. സംവിധായകൻ ഇന്നില്ല, ജീവിച്ചിരിപ്പില്ല, എന്നാലും പേര് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറു പുഞ്ചിരി എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ, തമാശയുള്ള ഒരു കൂട്ടുകാരൻ, അയാൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ ഒരു ചെറു പുഞ്ചിരി എന്ന് പറയുന്ന സിനിമ എടുക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഞാൻ ചോദിച്ചാൽ അതെന്താ, പുള്ളിയുടെ തന്നെ കഥയല്ലേ, എന്ത് അവകാശം എന്ന് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അല്ലല്ല, പുള്ളി ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചെറു പുഞ്ചിരിക്കാത്ത ആളാ. അത് വളരെ കറക്റ്റ് ആണ്. ചിരിച്ചു കണ്ടിട്ടേ ഇല്ല. ഞാനും കണ്ടിട്ടില്ല, അദ്ദേഹം ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട് എപ്പോഴും വർത്താനം പറയുന്ന ആള്. അങ്ങനെ 2 തമാശകൾ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ. ബിജു പെരുമ്പഴ സാറിന്റെ പാട്ട് റെഡിയായെന്ന് തോന്നുന്നു. പാട്ട് ഓക്കെ. ബാക്കി എല്ലാരും സംസാരിച്ചു കഴിഞ്ഞുവെങ്കിൽ 5 മിനിറ്റ് പാടാൻ കുഴപ്പമില്ല. ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല, സാർ ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ നമ്മള് ഇപ്പം MT വാസുദേവൻ നായർന്ന ഒരു കഥകാരൻ, കഥകളെ ഗീതങ്ങളാക്കി മാറ്റിയ ഒരു കഥാകാരനാണ്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളതാണ് കവിതകൾ അല്ലെങ്കിൽ ഗാനങ്ങളെ ഒരു കഥകളുടെ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആളാണ് വയലാർ രാമവർമ്മ. ഇപ്പോഴും ഈ 50ാം വർഷം, ഇത് നമ്മുടെ കൂടെ ഇല്ലാതായിട്ട് 50 വർഷമായി. നമ്മുടെ കൂടെ ഉള്ളവർ 47 വർഷമായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു എല്ലാവർക്കും സ്വീകാരനായ ഗാനരചയിതാവാണ് എന്നുള്ളതിനെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്ന ഒരു അചുംബിത കൽപ്പനകൾ അദ്ദേഹം എടുക്കുന്ന ഒരു വലിയ കാര്യം. മറ്റൊരു കവിയും എടുക്കാൻ ധൈര്യപ്പെടാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ അദ്ദേഹം പാട്ടുകൾ തുടങ്ങും. അപ്പൊ അത്തരം ഒരു പാട്ടാണ്, അങ്ങനത്തെ ഒരു പാട്ടാണ് ഞാൻ ഇന്ന് ഇപ്പം ഡോക്ടർ ഷൈല പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്തത്. അപ്പൊ അതാണ് അങ്ങനെയുള്ള വാക്കുകളും പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിലൊരു പാട്ടാണിത്. മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ പാട്ടാണിത്. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നുണക്കുഴിപ്പൂമൂടും കുറുനിരകൾ, കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? കാറ്റിനെ ഞാൻ ശപിച്ചു, അത് നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ
മൃദുമന്ദഹാസത്തിൻ തിരുമധുരം. 1000 ചോടികളാൽ മുഖരാനെന്തിനി ആതിര ചന്ദ്രനെ അനുവദിച്ചു. ചന്ദ്രനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ ചമ്പകമുഖശ്രീയിലൊളിച്ചു. ഒളിച്ചു മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിൻ നയനങ്ങൾ. നയനങ്ങൾ മാനത്ത് കണ്ണികൾ എന്ന് പറയുന്നത് ഒരു മീനാണ് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ അനങ്ങാതെ നിൽക്കുന്ന ഒരു മീനാണ് ഈ മാനത്ത് കണ്ണികൾ എന്ന് പറയുന്നത്, മാനത്ത് കണ്ണി എന്ന് പറയുന്നത്. അപ്പൊ ആ മാനത്ത് കണ്ണി എന്ന് ഒരു വാക്ക് കൊണ്ട് തുടങ്ങാൻ വേറൊരു കവിയും ധൈര്യപ്പെട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, ഇനി ആരുമായിട്ട് ധൈര്യപ്പെടുത്തില്ല. അങ്ങനെ ഒരു മിഴികളിനെ കുറ്റി. അതുപോലെ തന്നെയാണ് പ്രണയോപനിഷത്ത്. ഉപനിഷത്ത് നമുക്കറിയാം, മറ്റു ഉപനിഷത്തില്ല. പക്ഷെ പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ എന്ന് പറഞ്ഞാണ് വയലാർ അവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോ പാട്ടിലും ഓരോന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വയലാറിന്റെ മാത്രമല്ല, നമ്മുടെ അന്നത്തെ എല്ലാ ഗാനരചയിതാക്കളുടെയും എടുക്കാൻ പറ്റും. ഇപ്പം വയലാറിന്റെ ഒരു 50ാം വാർഷികമായതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സാറ് ജയചന്ദ്രന്റെ ആരാധനാണെന്ന് തോന്നുന്നല്ലോ. ജയചന്ദ്രൻ ആരാധന എന്നുള്ളതല്ല, ഇത്തരം പാട്ടുകളൊക്കെ ജയചന്ദ്രൻ പാടുന്നതിന്റെ ഒരു സുഖം അത് വേറെയാണ്. ഇത് യേശുദാസ് പാടിയാൽ ഇത്ര ശരിയാകുമോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ജയചന്ദ്രൻ ഈ പാട്ടൊക്കെ പാടി വെക്കുന്നത്. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു സുഖമുണ്ട്. യേശുദാസിന്റെ ഭാവം അത് വേറെ. ഇത് ഇങ്ങനെയുള്ള പാട്ട് പല കാര്യം, ഹൃദയേശ്വരി എന്നൊക്കെ പറയുന്നത്, ആ ഒരു ഹൃദയേശ്വരി എന്ന് പറയുന്നതൊക്കെ ആ ഒരു പ്രത്യേക സുഖമാണ്. അതാണ് അതിന്റെ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില പ്രയോഗങ്ങൾ വളരെ കറക്റ്റായിട്ട് അതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അറിയാ ഒരു ആരാധന കൊണ്ട് വന്നായിരിക്കും ഒരു പക്ഷേ. തീർച്ചയായിട്ടും നമുക്ക് ജയചന്ദ്രൻ നമ്മൾ വളരെ ഇഷ്ടമുള്ള ഒരു ഗായകനാണ്. നമ്മുടെ അന്നത്തെ കാലത്ത് യേശുദാസ് ആണെങ്കിലും ജയചന്ദ്രനാണെങ്കിലും നമുക്ക് അന്ന് പിന്നെ അവർ രണ്ടുപേരാണെങ്കിലും മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത്. അവർ അത്രയും നല്ലതാണ്. എല്ലാ പാട്ടുകളും അവരുടെ ആസ്വദിച്ച് പാടുന്ന കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഗോപകുമാർ സാർ, ഈ MD ആയാലും കഥാപാത്രത്തിന് സാറ് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എം ടി കഥകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് വളരെ പെട്ടെന്നാണ്. ദൂരദർശൻ മാത്രം ഉള്ളപ്പോഴേ പണ്ട് മധുമോഹൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടായിരുന്നു. ആദ്യ സീരിയലുകളൊക്കെ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യും. MGRന്റെ വളർത്തുമകളുടെ ഭർത്താവാണ് അദ്ദേഹം. പാലക്കാടുകാരനാണ്. അപ്പൊ അദ്ദേഹം MT കഥകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, സീരിയലൈസ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ 1-2 കഥകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ MT അവിടെ ലൊക്കേഷനിൽ വന്നു. MT ആയിട്ട് അന്ന് സംസാരിക്കാനൊക്കെ പറ്റി. അപ്പോൾ MTയുടെ കഥകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള ഒരു സമ്പർക്കം സാർ തീർച്ചയായിട്ടും ഉണ്ട്. നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു വലിയ ഓരോ മലയാളികളുടെയും മനസ്സിൽ, അത് നാലുകെട്ടായാലും കാലമായാലും മഞ്ഞായാലും രണ്ടാമൂഴമായാലും, അത് വായിച്ചിട്ടുള്ളവന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ കഥകളൊന്നും പോവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു കഥാകാരനുമായിട്ട് നേരിട്ട് കാണാനും സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഹരിഹരൻ സാറുണ്ടോ? ഹരിഹരൻ സാറ്, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു സാറേ. നല്ലൊരു സംശയം പോരാ. ഓക്കെ, പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ഈ പറഞ്ഞു വന്നതില് കൃത്യമായിട്ട് ഗോപകുമാർ സാറും അതുപോലെ ബിജു സാറും പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ കഥകളിലാണെങ്കിൽ ഈ ഒരു ഹീറോ പരിവേഷം നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അതായത് തോറ്റവരുടെ കൂടെ, ഒറ്റപ്പെട്ടവരുടെ കൂടെ ഒക്കെ ആയിരുന്നു അദ്ദേഹം നിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു ന്യൂ ജനറേഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ കഥകളൊക്കെ എങ്ങനെ ഈ ന്യൂ ജനറേഷനിലുള്ള ആളുകൾ അത് വായിച്ചിരിക്കണം എന്നുള്ളത്, അതിനോടുള്ളൊരു സമീപനം എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇന്ന് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്താ പറയുക, ആത്മഹത്യയിലേക്ക് പോകുന്ന, ചിലപ്പോൾ അതിൽ കുട്ടികൾ വരെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ് എന്ന് പറയാൻ കഴിയുമോ? ഗോപകുമാർ സാർ പറയുന്നതായിരിക്കും അത് കൂടുതൽ ഭംഗി എന്നെനിക്ക് തോന്നുന്നു. അല്ല,
അദ്ദേഹത്തിന്റെ കഥകളിൽ പൊതുവെ ഒരു സന്ദേശമുണ്ട്, അങ്ങനെ ഒരു സന്ദേശം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ഓരോ കഥയും അതിന്റെ ആ കഥയുടെ സന്ദേശമുണ്ട്, അല്ലാതെ പൊതുവായിട്ടൊരു സന്ദേശമുണ്ട് എന്ന് പറയാൻ പറ്റില്ല അതിൽ. പക്ഷെ ഇതിൽ വേറൊരു ഒരു ഒരു രസകരമായ സംഭവം നടന്നിട്ടുള്ളത്, ഇദ്ദേഹത്തിന്റെ ഭാഷ വള്ളുവനാടൻ ഭാഷയാണല്ലോ. ഈ വള്ളുവനാടൻ ഭാഷയിൽ ഈ കഥകളെല്ലാം വായിച്ചിട്ട്, നോവലുകളെല്ലാം വായിച്ചിട്ട്, നമ്മുടെ നെയ്യാറ്റിൻകര തെക്കൻ തിരുവിതാംകൂറിന്റെ നെയ്യാറ്റിൻകര കുടങ്ങാവള ഭാഗത്തുള്ള സ്ത്രീകൾ പോലും ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വള്ളുവനാടൻ എന്തിനപ്പി നീ എവിടെ മീറ്റ് വരണേന്ന് ചോദിക്കുന്ന വീട്ടിൽ ചോദിക്കുന്ന ആൾക്കാര് പുറത്തിറങ്ങുമ്പോ, ഹേയ് എന്താ പറയാ എനിക്കറിയില്ല എന്നൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ അല്ല, പ്രത്യേകിച്ച് ഓരോ കഥയും ഓരോ സന്ദേശമാണ്, അങ്ങനെയാണല്ലോ വേണ്ടത്. എല്ലാ കഥയും ഒരേപോലെ ആവരുതല്ലോ. ഈ പറഞ്ഞതുപോലെ സാധാരണക്കാര് പുറന്തള്ളിയിരുന്ന ആളുകളെയും കഥാപാത്രങ്ങളെയും ഒക്കെ എന്താ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ മഹത്വവൽക്കരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ചന്തു വടക്കൻ വീരഗാഥകളിൽ ചന്തു എന്ന് പറയുന്നത്, വടക്കൻ പാട്ടുകളിലെ ചന്തു എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്, വില്ലനാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തെ ഹീറോ ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഓരോ കഥയിലും അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മറ്റേ നിർമാല്യത്തിലാണെങ്കിൽ ജീവിതത്തിൽ പരാജിതനായ ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കഥയും ഓരോ സന്ദേശമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു രണ്ടാമിടത്തിൽ MT വാസുദേവൻ നായർ ചെയ്തെന്നൊക്കെ പറയാം. പരിപാടി അവസാന സമയമായി വരുന്നു. നന്ദി പറയാനൊരു ഷാലു രാജനെ ക്ഷണിക്കുന്നു. ഓക്കെ. നമ്മുടെ IFPHന്റെ മലയാള വെബിനാറിന്റെ 1942 ദിവസമായ ഇന്ന് ശ്രീ MT വാസുദേവൻ സാറിന്റെ പ്രഥമ ചരമവാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നന്ദി അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പരിപാടിക്ക് സ്വാഗതം നൽകിയിട്ടുള്ള ഡോക്ടർ ഷൈല മാഡത്തിനാണ്. മാഡം IFPHന്റെ ഒരു സഹയാത്രിക കൂടിയാണ്. ഷൈല മാഡത്തിന് IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു അനുസ്മരണ പരിപാടിക്ക് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ MR ഗോപകുമാർ സാറാണ്. വന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ, നാളെ മുതൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിലൊന്ന് MT സാറായിരിക്കും എന്ന് പറയുന്നത് അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇനി കാലം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള MR ഗോപകുമാർ സാറിനുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ശ്രീ ബിജു സാറാണ്. MT സാർ എന്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം അദ്ദേഹം നൽകുകയുണ്ടായി. ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളതും തോറ്റുപോയിട്ടുള്ളതുമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. MT സാറിന്റെ ഓരോ കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓരോ കഥാപാത്രങ്ങളും നാം തന്നെയല്ലേ എന്ന തോന്നൽ തന്നെയാണ് അദ്ദേഹത്തെ നാം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ള ശ്രീ ബിജു സാറിനുള്ള നന്ദിയും സ്നേഹവും IFPHന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള IFPHന്റെ ഭാരവാഹികൾ, ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് സ്നേഹികൾ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗം മോഡറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മനോജ് ഡോക്ടർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമായി. നാളെ രാത്രി ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു. നമസ്കാരം.